1000 പൗണ്ട് എടുത്തിന്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. 1000 പൗണ്ടിന്റെ അടുത്താ എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ എടുത്താ? നാട്ടിൽ 1 ലക്ഷം രൂപ എടുത്തിന്റെ കയ്യിൽ നിന്ന് നോക്കുന്നത്. അങ്ങനെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതിലും ബെറ്റർ ആണ് ഫുൾ എടുക്കുന്നത്. 6 പോയിന്റ് കിട്ടി. 6 പോയിന്റ്സും കിട്ടി. 6 പോയിന്റും കിട്ടി. ആ പോയിന്റ്സ് ഒരു 3 വർഷം നമ്മളെ ലൈസൻസിൽ ഉണ്ടാവും. ഒരു ദിവസത്തെ ഇൻഷുറൻസിന് 600 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ 60,000 രൂപന് മുകളിലാണ് ഒരു ദിവസം. ഹായ് ഗൈസ്, ഇന്ന് അവിടെ ഉള്ളത് ഷാമിലാണ്. അപ്പോൾ UK എങ്ങനെ ഒരു ബൈക്ക് ലൈസൻസ് എടുക്കാൻ നമുക്ക് ഷാമിലിനോട് ചോദിച്ചറിയാം. ഷാമിലെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഷാമിലാണ്. പിന്നെ UK എത്തിയിട്ട് 5 വർഷമായി. ഞാൻ നിൽക്കുന്നത് ഗ്ലൗസ്റ്ററിലാണ്. ഗ്ലൗസ്റ്ററിൽ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ മലപ്പുറം. അപ്പോൾ UK ബൈക്ക് ഓടിക്കാനായിട്ട് ബേസിക് എന്ത് ക്വാളിഫിക്കേഷൻ വേണ്ട നമുക്ക്? ബേസിക് ആയിട്ട് പ്രൊവിഷണൽ ലൈസൻസ് ആണ് വേണ്ടത്. പക്ഷേ എൻ്റെ ഉള്ളത് ഫുൾ ലൈസൻസ് അല്ല, ജസ്റ്റ് CBT ആണ്. അപ്പോൾ അതിനടുത്ത് വെച്ചാൽ ഒരു 1 ഡേ കോഴ്സിന് പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബേസിക് കാര്യങ്ങൾ ബൈക്ക് ഓടിക്കാനുള്ള കാര്യങ്ങൾ അറിയണം. അപ്പം അങ്ങനെ അത് പാസ്സായി ഇപ്പോൾ CBT സർട്ടിഫിക്കറ്റ് ആയിട്ട് അവർ തരും. അപ്പോൾ ഇതിന് അത്യാവശ്യം ലാംഗ്വേജ് വേണോ? ലാംഗ്വേജ് ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് മതി. കാരണം എന്താ വെച്ചാൽ അവരിത് ഓടിപ്പിക്കുമ്പോൾ വാക്കി ടോക്കി വെച്ചുകൊണ്ട് അവർ ഇൻസ്ട്രക്ഷൻ തരും, നമ്മൾ ഏത് റോഡിലൂടെയാണ് പോവേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് മാത്രം മതി. ഓക്കെ. അപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിപ്പിക്കൂല റോഡ്? അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിപ്പിക്കും. അങ്ങനെ മോട്ടോർ വെഹിക്കിളൊന്നുമല്ല, ജസ്റ്റ് നോർമലി പോണ വഴിയിലൂടെ ഓടിപ്പിക്കും. വഴിനെ മെയിൻ റോഡിലൂടെ ഓടിപ്പിക്കും. ശരിക്കും CBT എക്സാം എങ്ങനെയെന്നൊന്ന് പറഞ്ഞുതരാമോ? CBT എന്നാൽ 1 ഡേ ട്രെയിനിങ് കോഴ്സാണ്. അപ്പം നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുക്കണം. കാരണം ഇപ്പോൾ സ്ലോട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു 2 വീക്സ് മുമ്പൊക്കെ ബുക്ക് ചെയ്യണം. അത് സ്ഥലത്തിന് ഡിപ്പെൻഡ്സ് ചെയ്യും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവിഷണൽ എന്തായാലും കൊണ്ടുപോകണം. ഇതെടുക്കാൻ പോകുമ്പോൾ പ്രൊവിഷണൽ എന്തായാലും മസ്റ്റായിട്ട് അവർ ചോദിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യും അവിടുന്ന്. അപ്പോൾ അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്യും, ജസ്റ്റ് ഒന്ന് റോഡ് സയൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അതായത് നമുക്കത് അറിയണം, ബേസിക് കാര്യങ്ങൾ അറിയണം. അറിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇത് ടെസ്റ്റ് വിടില്ല. മുമ്പ് പ്രശ്നമില്ലായിരുന്നു, നമുക്ക് അറിയണമെന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എടുത്തപ്പം അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതിന് വാലിഡിറ്റി ഉണ്ടോ? 2 വർഷമാണ് വാലിഡിറ്റി. 2 വർഷം വാലിഡിറ്റി. അപ്പോൾ ബ്രോഡർ 2 വർഷത്തെ വാലിഡിറ്റി കഴിഞ്ഞ് രണ്ടാമത് എടുത്തു. ഞാൻ ഓൾറെഡി ഒന്ന് 2019 എടുത്തിരുന്നു. അന്ന് മുതൽ എൻ്റെ അടുത്ത് ബൈക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ എക്സ്പയർഡ് ആയി, പിന്നെ രണ്ടാമത് എടുത്താണ്. അപ്പോൾ അന്നും പ്രൊഫഷണൽ ലൈസൻസ് ചോദിച്ചായിരുന്നു? പ്രൊവിഷണൽ കമ്പൽസറി ആയിട്ട് വേണം ചോദിക്കും. ഇപ്പൊ ചോദിച്ചു തുടങ്ങിയത് ജസ്റ്റ് ഇപ്പൊ മെയിൻ ആയിട്ട് ചോദിച്ചു തുടങ്ങിയ വെച്ചാൽ റോഡ് സയൻസ് അറിയണം. അത് ബേസിക് കാര്യങ്ങൾ അധികം അറിയണമെന്നില്ല. ബേസിക് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ഗ്രൗണ്ട് ടെസ്റ്റിന് അവർ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. രാവിലെ പോയിട്ട് നമ്മൾ ഒറ്റ ദിവസം ക്ലോസ് ഒരു ഫുൾ ഡേ ഉണ്ടാവും. രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരം ആവും തീരണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ രാവിലെ ചെന്നിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഘട്ടമായിട്ട് പറഞ്ഞുതരാമോ? എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സയൻസ് ഒക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും, ഗ്രൗണ്ട് ടെസ്റ്റ്. അതിൽ നോർമലായിട്ട് ചെയ്യുന്നത്, അതായത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനറിയോ, അത് ബൈക്കിൻ്റെ നോർമൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഓയിൽ ചെക്കിങ്, എങ്ങനെ ഓയിൽ ചെക്ക് ചെയ്യേണ്ടത്, ബൈക്കിൻ്റെ എന്തെങ്കിലും നമ്മൾ ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ ഒരു ബേസിക് ചെക്സ് ഉണ്ടാവില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ 8 നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ 8 കഴിക്കും. പിന്നെ സഡൻ സ്റ്റോപ്പ്, അങ്ങനത്തെ ജസ്റ്റ് ഓടിക്കാറുണ്ടാൽ മതി. അങ്ങനത്തെ നോർമലി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ അവർക്ക് തോന്നണം നമ്മൾ റോട്ടുമൊക്കെ ഇറക്കാൻ കോൺഫിഡൻ്റ് ആണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താ വെച്ചാൽ നമ്മൾ ട്രെയിനറെ ഫോളോ ചെയ്യുക. ബൈക്ക് അത് റോട്ടിലേക്കാണ്? റോട്ടിലേക്കാണ്, മെയിൻ റോഡിലേക്ക്. മോട്ടോർ വേ അല്ല, മെയിൻ റോഡ്. അപ്പം അവർ ഇൻസ്ട്രക്ഷൻ തരും വാക്കി ടോക്കിലൂടെ. എന്നിട്ട് അവരെ ഫോളോ ചെയ്യുക. പിന്നെ ഒരു 10 മിനിറ്റ് ഓടിപ്പിക്കും. അത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ ചെയ്യും, ഇൻസ്ട്രക്ഷൻ തരും. ഓക്കെ. ഫസ്റ്റ് നമ്മൾ അവരെ ഫോളോ ചെയ്ത് ഓടിക്കണം. അവർ ചെയ്യണ പോലെ നമ്മൾ പുറകെ ഫോളോ ചെയ്ത് ഓടിക്കണം. ജസ്റ്റ് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് മുന്നിൽ പോയി, നമ്മൾ മുന്നിൽ പോയിട്ട് അവർ നമ്മളെ ഫോളോ ചെയ്യണം. അവർ നമ്മളെ ഫോളോ ചെയ്യണം. ജസ്റ്റ് അവർ ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ ഇങ്ങനെ ടേൺ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാൻ പറയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് വാക്കി ടോക്കിലൂടെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏകദേശം എത്ര നേരം ഓടിപ്പിക്കും അപ്പോൾ റോട്ടിൽ കൂടെ? അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അപ്പോൾ കുറച്ചായി എടുത്തിട്ട്. എന്നാലും ഒരു 25 മിനിറ്റ് അരമണിക്കൂർ എൻ്റെ ഓർമ്മ വെച്ച് ശരിയാണെങ്കിൽ അത്രയൊക്കെ. ഓക്കെ. അപ്പം നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫെയിൽ അല്ല, ചെറിയ മൈനർ മിസ്റ്റേക്സ് ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതായത് ചെറുതായിട്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ ഓവറായിട്ട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് മിററിൽ നോക്കണം എപ്പോഴും. നമ്മളെ മെനുവർ സംഭവം നമ്മൾ എപ്പോഴും കാർ ചെയ്യണ പോലെ തന്നെ 2 മിററും ജസ്റ്റ് നോക്കുന്ന സംഭവം തന്നെ. അതിലെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും റോങ് ആയി കഴിഞ്ഞാൽ അപ്പോൾ അവർ ഫെയിൽ ആക്കും. അല്ല, അവർ വാണിംഗ് തരും, അന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നെ അവർ വാണിംഗ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ ഈസി ആയിട്ട് പാസ്സാകാൻ മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ ഒരാൾക്ക് ബൈക്ക് ഓടിക്കാറുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പാസ്സാണ്
ഇതുള്ളൂ. ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. ഒറ്റ ദിവസം പരിപാടി. ഇത് എങ്ങനെ ലൈസൻസ് ആയിട്ട് നമുക്ക് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ്? ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്, ലൈസൻസ് ആയിട്ടല്ല. സർട്ടിഫിക്കറ്റ് ആണ്. ഒരു 1 day കോഴ്സ് ആയിട്ടാണ്. ഏകദേശം എത്ര പൗണ്ടാണ് നമുക്ക് ഇതിന് വന്നെ? അല്ല ഇതൊരു ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ റീസെന്റ് ഇപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഒരു 165 പൗണ്ടൊക്കെയാണ് ഞാൻ അന്ന് എടുത്തത്. 165 പൗണ്ട്. അപ്പൊ നാട്ടിലെ ഏകദേശം ഒരു 16,500 അടുത്തൊക്കെ ഏകദേശം 16,000 സംതിങ് ഒക്കെ വരും. നാട്ടിലെ പ്രൈസ് വരും. ഓക്കെ. അപ്പൊ ഈ ട്രെയിനിങ് സമയത്ത് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ അവര് തരും? എല്ലാ ഗീസും റൈഡിംഗ് ഗീസ് കംപ്ലീറ്റ് അവർ തരും. ഒന്നും നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരും. ഒന്നും കൊണ്ടുവരണ്ട, നമുക്ക് ചെന്നാൽ മാത്രം മതി. അങ്ങനെ 2 വർഷം വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരണം. 2 വർഷം വാലിഡിറ്റി. ഈ 2 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മളത് പിന്നെ പുതുക്കണം മീൻസ് രണ്ടാമത് സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കണം. മീൻസ് ഈ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ജസ്റ്റ് അത് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ ഒന്നേന്ന് ടെസ്റ്റ് വീണ്ടും അടിക്കണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു 2 വർഷത്തേക്ക് കൂടി കിട്ടും. പിന്നെ ബ്രോ എത്ര വർഷമായിട്ട് ഈ ബൈക്ക് ഓടിക്കുന്നുണ്ട് യു കെയിൽ? ഞാൻ വന്ന മുതൽ ഇപ്പോൾ യു കെ എത്തിയിട്ട് ഇപ്പോൾ 6 വർഷം ആവാനായി. അപ്പോൾ ആ വന്ന മുതൽ തന്നെ ഞാൻ 6 വർഷമായിട്ട് ഈ ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 6 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറിലും വിന്ററിലും ബ്രോ യൂസ് ചെയ്യുന്നുണ്ട്. വിന്റർ ഒക്കെ എങ്ങനെ പോണേ? വിന്ററിൽ നമുക്ക് പ്രോപ്പർ ഗിയർ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതായത് പ്രോപ്പർ റൈഡിംഗ് ഗിയർസ് ഉണ്ടെങ്കിൽ, അതായത് നല്ല ക്വാളിറ്റിയിലെ ഗ്ലൗസും ജാക്കറ്റും അതേപോലെ ബൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് സാധനം. അതിനും നല്ല എക്സ്പെൻസ് വരും, അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരും. അതിപ്പോ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും എക്സ്പെൻസ് വരും. ഏകദേശം എത്രയൊക്കെ ഒരു ജാക്കറ്റും ഗ്ലൗസ് ഒക്കെ ഇവിടുത്തെ? അത് പല ബ്രാൻഡ് ഡിപ്പെൻസ് ഇല്ല. എന്നാലും ഒരു 75 പൗണ്ടിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജാക്കറ്റ് ഒക്കെ കിട്ടും. റൈഡിംഗ് ഗിയർ ഒക്കെ അതിലും കൂടും, എന്തായാലും അതിലും കൂടുതലേ. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വിന്റർ ടൈമിലും കുഴപ്പമില്ല. അല്ല പ്രോപ്പർ ആയിട്ട്. പിന്നെ എന്താ വെച്ചാൽ റോഡ് സ്ലിപ്പർ ആയിക്കാരം, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. ഭയങ്കര കെയർഫുൾ ആവണം വിന്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഗിയേഴ്സ് ഇല്ലാതെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ കഴിയൂല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ CBT ഉള്ളവർക്ക് ബാക്കിൽ ഒരാളെ കയറ്റാൻ പാടില്ല, ഒറ്റയ്ക്കല്ലേ ഓടിക്കാൻ പാടുള്ളൂ? ഇല്ല, പില്ലൻ പാസഞ്ചേഴ്സ് കയറ്റാൻ പാടില്ല. ഇല്ല. അതുപോലെ തന്നെ എൽബോർഡ് വെക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കമ്പൽസറി ആണ് എൽബോർഡും വെക്കണം, ആളെയും കയറ്റാൻ പാടില്ല. നമുക്ക് മാത്രം ഓടിക്കാൻ പാടില്ല. അതേപോലെ മോട്ടോർവേയിലും വണ്ടി ഇറക്കാൻ പറ്റില്ല. മോട്ടോർവേയിൽ കയറ്റാൻ പാടില്ല? ഇല്ല, പാടില്ല. അപ്പൊ ഈ സാധാ നോർമലുള്ള വഴികളിൽ മാത്രം. ഓക്കെ. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ കാർ ലൈസൻസ് എടുക്കാനൊക്കെ മടിയുള്ള ആൾക്കാർ ഇതുപോലെ CBT എടുത്താൽ എങ്ങനെ ഉണ്ടാവും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് ഡൗട്ടാ. അപ്പൊ അങ്ങനെ കാർ ലൈസൻസ് എടുക്കാനും മടിയുള്ള ആൾക്കാർക്ക് ഈ CBT എടുത്ത് ബൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ല. വിന്ററിൽ ഈ പറഞ്ഞ റൈഡിംഗ് ജാക്കറ്റ് വേണോ അല്ലേ? വിന്ററിലാണ് പറഞ്ഞ പോലെ എല്ലാ ഗിയേഴ്സും പ്രോപ്പർ ആയിട്ട് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ മോട്ടോർവേ കട്ട് ചെയ്തിട്ട് ബ്രോയ്ക്ക് അപ്പൊ പല സ്ഥലങ്ങളിലും പോകാൻ എങ്ങനെയും? അല്ല, യു കെയിൽ എവിടെ ആണെങ്കിലും നമുക്ക് മോട്ടോർവേ മോട്ടോർവേ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് ചെയ്താൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഗുഡ്. അപ്പൊ ബ്രോ അവോയ്ഡ് മോട്ടോർവേ അടിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഇപ്പൊ ചിലപ്പം ചില കേസുകളൊക്കെ മോട്ടോർവേയിൽ ചാടി പെട്ടിട്ടുണ്ട്. പക്ഷെ വൺസ് നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും ബാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒത്തിരി നാളായാലേ ബ്രോ യുകെയിൽ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ? ബാഡ് എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ വന്ന ടൈമിലേക്ക് ശരിക്കും നല്ലൊരു പണി കിട്ടിയിരുന്നു. അതേപോലെ 6 പോയിന്റ്സിന്റെ ഡ്രൈവിംഗ് ലൈസൻസിന് പോവുകയും ചെയ്ത് ഒരു 1000 പൗണ്ട് അടുത്തിന്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. 1000 പൗണ്ടിന്റെ അടുത്താ? എന്ന് വെച്ചാൽ 1,00,000 രൂപ എടുത്താ? നാട്ടിൽ 1,00,000 രൂപ അടുത്തിന്റെ കയ്യിൽ നിന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ CC കൂടിയ വണ്ടി മേടിച്ചു. വാങ്ങിയ ശേഷം ഇൻഷൂർ എടുക്കാൻ ട്രൈ ചെയ്തപ്പോഴാണ് എടുക്കാൻ പറ്റില്ല മനസ്സിലായത്. കാരണം എൻ്റെ കയ്യിലെ ലൈസൻസ് വെച്ച് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സെല് ചെയ്യാൻ നോക്കി. പക്ഷെ ആ ടൈമിൽ ഇത് എന്തോ റീസൺ കൊണ്ട് എനിക്ക് വിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വണ്ടി കൊണ്ട് അങ്ങോട്ട് ഓടിച്ചു. അത് ഓടിച്ച് നടന്നു? 2 മാസം അത് ഓടിച്ച് നടന്നു. അപ്പൊ ഇൻഷുറൻസും ഇല്ലാണ്ട് ലൈസൻസും ഇല്ല, വണ്ടി ഓടിച്ച് നടന്നു യുകെയിൽ? അത് ഇല്ലീഗലാണ്, അതാരും ചെയ്യരുത്. പക്ഷെ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ ടൈമിൽ അങ്ങനെ നമ്മൾ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് അങ്ങനെ ഓടിച്ചു. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ കൂടുതൽ റൂൾസിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അറിഞ്ഞ നമ്മൾ ചെയ്യില്ല. ഇപ്പോഴാണെങ്കിൽ ചെയ്യൂല. പക്ഷെ ആ ടൈമിൽ അങ്ങനെ ഓടിച്ചു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് പോലീസ് പിടിച്ചു. കാരണം എന്താ വെച്ചാൽ പ്രോപ്പർ ലൈസൻസ് ഇൻഷുറും ഇല്ല. പിടിച്ചപ്പോൾ തന്നെ അവർ വണ്ടി കൊണ്ടുപോയി. കൊണ്ടുപോയി. പക്ഷെ ആ സ്പോട്ടിൽ തന്നെ അവരെന്നോട് പറഞ്ഞു 6 പോയിന്റ്സ് ഡ്രൈവിംഗ് ലൈസൻസിൽ വരുമെന്ന്. അത് നേരത്തെ പറഞ്ഞവര് ഇങ്ങനെ പോയിന്റ് പോകുന്നു. അപ്പൊ തന്നെ അവർ പറഞ്ഞു. കാരണം ഇൻഷുറും പ്രോപ്പർ ലൈസൻസും ഇല്ലല്ലോ. ഇൻഷുറൻസും ഇല്ല, ലൈസൻസും ഇല്ലാണ്ട് പിടിച്ചേക്കണത്, രണ്ടും ഇല്ലാണ്ടാണ് പിടിച്ചേക്കണത്. പിന്നെ അവർ വണ്ടിയായിട്ട് പോയി. പിന്നെ അവര് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു സ്റ്റേഷനിലേക്ക് വരാനേ. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് വണ്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബൈക്ക് ലൈസൻസ് ഫുൾ ലൈസൻസ് ഉള്ള ആൾ വേണം.
അവരെ പേരിൽ വണ്ടി ഇൻഷൂറും വേണം, എന്നാലാണ് വണ്ടി എനിക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിടിച്ച വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ്, ഫുൾ ലൈസൻസ് ഉള്ള ആ വണ്ടി ഓടിക്കാൻ ലീഗലി അലൗഡ് ഉള്ള ഫുൾ ലൈസൻസ് ഉള്ള ഒരാളും വേണം. അതുപോലെ തന്നെ അയാളുടെ പേരിൽ ഇൻഷുറൻസ് വേണം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? അത് മാത്രല്ല, ഇതിപ്പോ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓൾറെഡി നമ്മൾ ബൈക്ക് അവിടെ കൊണ്ടുപോയല്ലോ, അപ്പൊ ഡെയിലി 35 പൗണ്ട് വെച്ച് കൊടുക്കണം വണ്ടി അവിടെ സ്റ്റോർ ചെയ്യുന്നതിന്. 35 പൗണ്ട് വെച്ച് ഓരോ ദിവസം വൈകുമ്പോൾ നമ്മളിങ്ങനെ കേറിക്കൊണ്ടിരിക്കും. ഡെയിലി നമ്മൾ കൊടുക്കണം. അത് എന്ന് ഇറക്കണോ അന്ന് വരെ നമ്മൾ എമൗണ്ട് നമ്മൾ അടക്കണം. എന്നിട്ട് ബ്രോ എന്ത് ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ അന്ന ടൈമിൽ നമുക്ക് ആരും പരിചയമല്ല അറിയണേ. പിന്നെ എൻ്റെ കൊളീഗ് ഉണ്ട്, അപ്പൊ അവന്റെ ഫ്രണ്ട് ഫുൾ ലൈസൻസ് ഉള്ളതാണ്, ബൈക്കിന്റെ ലൈസൻസ് ഉണ്ട്. മലയാളി അല്ലല്ല, ഇവിടുത്തെ ആളാണ്. ഇംഗ്ലീഷ്. അപ്പൊ അവനും കൂട്ടി ഒരു ഹെൽപ്പായിട്ട് അവനും കൂട്ടി വന്നു. അങ്ങനെ അവന്റെ പേരിൽ ഇൻഷൂർ എടുത്തു. പക്ഷെ ഇൻഷൂർ വണ്ടി അവന്റെ പേരിൽ എടുത്തപ്പോ തന്നെ ഒരു 600 പൗണ്ട് എടുത്തു വന്നു. 600 പൗണ്ട് അവന്റെ പേരില്. 600 പൗണ്ട് എത്ര ദിവസത്തെ ഇൻഷുറൻസിന്? 1 ഡേ ഇൻഷുറൻസിന്. ഒരു ദിവസത്തെ ഇൻഷുറൻസിന് 600 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ 60,000 രൂപന് മുകളിലാണ് ഒരു ദിവസത്തെ ഇൻഷുറൻസ്. അത് ശരിക്കും അവിടെ നിന്ന് ഇറക്കണതിനുള്ള പെനാൽറ്റി അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ അല്ല, അവിടെ ഇറക്കുന്ന പെനാൽറ്റി അല്ല. അത് അന്ന് ആ ഇൻഷൂർ അത്ര എമൗണ്ട് കൊടുക്കേണ്ടി വന്നു. ഫ്രണ്ടിന്റെ ഏജും ഡിപ്പെൻസ് ഏജും വെച്ചിട്ട് ഒരു ദിവസത്തിന് 60,000 രൂപ അത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വന്നു. ഇൻഷുറൻസ് ആളുടെ പേരിൽ എടുത്തു. ഫൈൻ ഏകദേശം എത്ര വന്നു? ഫൈൻ എന്താ വെച്ചാല് എനിക്ക് പിന്നെയാണ് ഫൈൻ വന്നത്, നോട്ടീസ് വന്നത്, കോർട്ടിൽ നിന്ന് നോട്ടീസ് വന്നു. ഒരു 350 റേഞ്ചിൽ ഫൈൻ വന്നു. ഓക്കെ. അപ്പൊ 300 സംതിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30. അപ്പൊ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോ 1,00,000 രൂപന് മേളില് അന്നത്തെ ഫൈനിൽ പോയി. പിന്നെ 6 പോയിന്റ് കിട്ടി. 6 പോയിന്റ്സും കിട്ടി. 6 പോയിന്റും കിട്ടി. ആ പോയിന്റ്സ് ഒരു 3 വർഷം നമ്മളെ ലൈസൻസിൽ ഉണ്ടാവും. 3 വർഷം വരെ ആ ലൈസൻസിൽ ഉണ്ടാവും. അത് കാരണം നമുക്ക് ഇൻഷൂറും ഹൈ ആണ്. ഞാൻ ഇൻഷൂർ കൊടുക്കുന്നതും ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഒരു തവണ ഇങ്ങനെ പോയിന്റുകൾ കിട്ടുമ്പോ ഇൻഷുറൻസ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ. എന്നിട്ട് ബ്രോ അന്ന് തന്നെ എത്ര ദിവസം കഴിഞ്ഞ ഇറക്കിയ ബ്രോ? വണ്ടി ഇറക്കിയത് ഞാനൊരു 3 ദിവസം കഴിഞ്ഞപ്പോ വണ്ടി 3 ദിവസം കഴിഞ്ഞ. അപ്പൊ അത്രയും പൈസ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഫൈൻ അപ്പൊ തന്നെ കിട്ടില്ല അല്ലേ? നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞാണ് വീട്ടിലേക്ക്. ഫൈൻ വന്ന ഒരു 3 മാസം എടുത്തു. എനിക്ക് 3 മാസം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 മാസം 3 മാസം എടുത്തു. അപ്പൊ പുതിയതായിട്ട് ബൈക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് ബ്രോക്ക് എന്താണ് പറയാനുള്ളത്? പ്രോപ്പറായിട്ട് റോഡ് റൂൾസ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കുക. പിന്നെന്താ വെച്ചാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഫുൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ മറ്റേത് CBT ആണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അത് എക്സ്പയർ ആവും. അപ്പോൾ അതിലും ബെറ്റർ ഫുൾ എടുത്തു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഇല്ല, ഏത് CC ആണെങ്കിലും ഓടിക്കുക. അതേപോലെ പില്ലൻ ബാക്കിൽ പാസഞ്ചർ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അതിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ ഇത്ര നേരം നമ്മളോട് സഹകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന ബ്രോയ്ക്ക് എല്ലാവിധ താങ്ക്സ്.